വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ടതിൻ്റെ തൊട്ട് തന്നെ ഇത് കണ്ടോ, മുട്ട കൊണ്ട് എഗ് 65 ആണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും എല്ലാം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഗീവ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു പോവുകയാണ്. അപ്പം ആ ഗീവ് പങ്കെടുക്കാനുള്ളവർ ഈ താഴെ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നേരെ വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ശകലം ഉപ്പിട്ടിട്ടൊന്ന് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ മുട്ട പൊളിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കാര്യം എടുക്കണ്ട. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞയല്ല വേണ്ടിയത്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് വെള്ളയാണ് വേണ്ടിയത്. നമുക്ക് മുട്ട ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ വെള്ളം മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് വെക്കാം. അപ്പോൾ വെള്ളക്കകത്താണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. മിക്സിങ് ആണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. അടുത്തായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ മുട്ട പുഴുങ്ങിയപ്പോൾ ശകലം ഉപ്പിട്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇതിനെ മേളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാശ്മീരി ചില്ലിയാണ്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അപ്പോൾ അതിനുശേഷം നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടി. അപ്പം അതൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കടലമാവ്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ നമുക്കിതിന് ശേഷം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇട്ടേക്കുന്ന എല്ലാം കൂടെ നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറക്കുവാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ എണ്ണയ്ക്കകത്താണ് നമുക്ക് മറ്റേ എടുത്തു വെച്ചിരിക്കുന്നത് വറക്കേണ്ടത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇടാം. എണ്ണയ്ക്കകത്ത് കിടന്നാണ് നമുക്കിത് വറക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചുരുട്ടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേ വലുപ്പത്തെ അങ്ങ് ഇട്ടാൽ മതി. കണ്ടോ, അപ്പോൾ ഇനി നമുക്കൊന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമുക്കിനി അടുത്തതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത പരിപാടി ഇതിനൊരു മസാല തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, അതിനുശേഷം നമുക്ക് 3-4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തിടാം. കരിയാപ്പലം കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഈ വറുത്തതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് മേലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് കാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ായിട്ട് കുറച്ച് ഡെക്കറേഷൻ നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ വിതറിയിടാം. അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതിന് മേലോട്ട് നൈഫിനൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ egg 65 കണ്ടില്ല. അപ്പം ഇത് അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ഒരിക്കലെങ്കിലും തയ്യാറാക്കുക. കണ്ടോ, സോസും മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേളിൽ വെച്ചപ്പോൾ അടിപൊളി കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേക്കും ബൈ.